ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2032. ഇന്ന് ജൂലൈ മാസം 24-ാം തീയതി, 205-ാമത്തെ ദിവസത്തിലെത്തി. നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് സ്വയം ചോദിക്കാവുന്നതാണ്, നമ്മളോട്, എന്നോട് ആരൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്? ക്ഷമിച്ചിട്ടുള്ളവരെ ഒന്ന് ഓർത്തെടുക്കേണ്ടതാണ്. കാര്യമായി, അനുഭാവത്തോടെ, ഒരുപാട് ആദരവോടെ, അതിനേക്കാളും അപ്പുറത്ത് അളക്കാനാവാത്ത സ്നേഹത്തോടുകൂടി. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും കൊണ്ടാണ് ഒരാൾക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റുക. അങ്ങനെ നമ്മളുടെയൊക്കെ പൊതുവെ കണക്കെടുപ്പില് എന്നോട് ക്ഷമിക്കാത്തവരുടെ പട്ടികയാണ് എല്ലാവർക്കും പെട്ടെന്ന് കണ്ടെത്താനും ഓർത്തെടുക്കാനും പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെ പറ്റുക. അത് അനേക ആയിരങ്ങളുണ്ടാവും. ക്ഷമിച്ചവരെ, നമ്മളോട് പുറത്തവരെ നമ്മൾ പൊതുവെ ഓർക്കാറുമില്ല. അതവിടെ നിൽക്കട്ടെ. ഇതിനൊരു മറുവശ ചോദ്യം കൂടി ഉണ്ട്, അന്വേഷണം. നമ്മൾ ഉപാധികൾ കൂടാതെ, വ്യവസ്ഥകളൊന്നും പാലിക്കാതെ, വ്യവസ്ഥകളൊന്നും വെക്കാതെ, നിബന്ധനകളൊന്നും നമ്മൾ വെക്കാതെ എത്ര ആളുകളോട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടാവും? അതൊരു വല്ലാത്ത അന്വേഷണമാണ് കേട്ടോ. ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും ഉണ്ടായാൽ മാത്രമല്ലേ നമുക്കും പൊറുക്കുവാനും ക്ഷമിക്കുവാനും പറ്റുക. യേശു പറഞ്ഞൊരു കുഞ്ഞു കഥയുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് അതൊന്ന് കണ്ടെത്തി വായിക്കാൻ പറ്റുമോ? വായ്പ കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരാൾക്ക് 500 വെള്ളിക്കാശും മറ്റൊരാൾക്ക് 50 വെള്ളിക്കാശും കടം കൊടുത്തു. വായ്പ തിരികെ കിട്ടിയില്ല. മടക്കി കൊടുക്കാനായിട്ട് അവരുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ആ യജമാനൻ ആ കടം അവർക്ക് 2 പേർക്ക് ഇളച്ചു കൊടുക്കുക. 500 വെള്ളിക്കാശും 50 വെള്ളിക്കാശും കൈപ്പറ്റിയവർക്ക് അത് ഇളച്ചു കിട്ടുകയാണ്. ഈ കുഞ്ഞിക്കഥ ശീമോൻ എന്ന് പറയുന്ന ഒരു പരീശനോടാണ്, ധനികനായ പരീശനോടാണ് യേശു പറയുന്നത്. കഥ പറഞ്ഞിട്ട് ചോദിച്ചു, ശീമോനെ, 2 പേരുടെയും കടം ഇളച്ചു കിട്ടിയില്ലേ? ഇവരിൽ ആരാണ് അയാളെ, യജമാനനെ അധികം സ്നേഹിക്കുക? ഒട്ടും ശങ്കയില്ലാതെ, ആലോചിക്കാൻ സമയമെടുക്കാതെ ശീമോൻ പറയുന്നുണ്ട്, അധികം ഇളച്ചു കിട്ടിയത് ആരോ അയാളായിരിക്കും കൂടുതൽ സ്നേഹിക്കുക. 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയവനായിരിക്കും കൂടുതൽ സ്നേഹിക്കുക. യേശുവിനെ എന്തുമാത്രം നമ്മൾ സ്നേഹിച്ചേ മതിയാവും. എവിടുന്നെല്ലാം എങ്ങനെയെല്ലാം പൊറുതി കിട്ടിയവരാ, മാപ്പ് കിട്ടിയവരാ നമ്മൾ ഓരോരുത്തരും. എന്നിട്ടും നമ്മുടെ ക്ഷമ, നമ്മളുടെ സ്നേഹം കുറെ കൂടി വളരുന്നില്ല, വിപുലമാവുന്നില്ല, വർദ്ധിക്കുന്നില്ല. ഒപ്പം ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാൻ നമ്മൾ ഇതുവരെയും പാകപ്പെട്ടിട്ടുമില്ല. ഒന്ന് തിരിച്ചറിയണമേ. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.